അല്ലെങ്കിലും ഇതൊക്കെ ഈ പ്രവാസികളുടെ ഭാര്യമാർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലേ? ഇതുപോലെ ഹസ്ബൻഡ് വരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഹസ്ബൻഡ് വന്നു എന്ന്. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അത് കേൾക്കേണ്ട താമസം ഞാനും കൊച്ചു റെഡിയായി. ഞങ്ങൾക്കാണെങ്കിൽ ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരമാണേ. അങ്ങനെ പോയി കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കി ഡ്രസ്സൊക്കെ എടുത്തു തന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ആളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ എടുത്തു തരും കേട്ടോ. പുള്ളിക്കാരൻ തന്നെയാണ് സെലക്ട് ഒക്കെ ചെയ്യുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈച്ച പോലും ഇല്ല ആ ഷോപ്പിൽ. അത്രയ്ക്കും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം തന്നെ പരിപാടികളൊക്കെ തീർത്ത് ഇറങ്ങി കേട്ടോ. പിന്നെ പുള്ളിക്കാരൻ ജീൻസും ഷർട്ടും ഒക്കെ നോക്കി അതൊക്കെ സെലക്ട് ചെയ്തു. തന്നെത്താനെ ആണ് കേട്ടോ സെലക്ട് ചെയ്ത്. എന്നിട്ട് ട്രയൽ റൂമിൽ കയറി ഇട്ടൊക്കെ നോക്കി. എന്നിട്ട് എന്നെ വിളിച്ച് കാണിച്ചു തരുവാണ് കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. കാരണം 1 മണി 2 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെ തൊട്ടടുത്ത് ഹിൽടൗൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നല്ല ബിരിയാണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയതാണ് കേട്ടോ. ഈ നാട്ടുകാരിയായിട്ട് പോലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തിണ്ടായിരുന്നില്ല. ഹോട്ടൽ ഉണ്ടെന്നൊക്കെ അറിയാം. ബെസ്റ്റ് ബിരിയാണി എവിടെയാണ് കിട്ടുക എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ പുള്ളിക്കാരനൊരു ബിരിയാണി ലവറാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ആൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണ് ആദ്യം പറയുക. അപ്പോൾ കലം ബിരിയാണി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു കലത്തിനകത്തുള്ള ബിരിയാണി 2 പേർക്ക് കഴിക്കാനുണ്ടായിരുന്നേ. നമ്മൾ 2 പേർക്കും ഓരോ കലമൊക്കെ ഓർഡർ ചെയ്തു. ബാക്കി ഇതാ എൻ്റേത് മിച്ചമൊക്കെ ആയി കേട്ടോ. ബാക്കിയുള്ളത് പാഴ്സലും വാങ്ങി നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടേ.